കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ദശകം 2 ശ്ലോകം 8. നിഷ്കാമം നിയതസ്വധർമ്മചരണം യൽകർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വൽപ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. അപ്പോൾ കർമ്മയോഗാഭിധം നിഷ്കാമം നിയതസ്വധർമ്മചരണം, അതായത് കർമ്മയോഗാഭിധം എന്ന് പറഞ്ഞാൽ കർമ്മയോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന നിഷ്കാമം നിയത സ്വധർമ്മചരണം. കർമ്മയോഗം എന്ന് അറിയപ്പെടുന്നത് എന്താ? അതായത് നിഷ്കാമം, അതായത് നമുക്ക് ഫലം ആഗ്രഹിക്കാതെ ചെയ്യപ്പെടുന്ന നമ്മുടെ സ്വധർമ്മചരണം. അതായത് സ്വധർമ്മചരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ധർമ്മം അനുസരിച്ചിട്ട് പലതരം കർമ്മങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ പിന്നെ വാക്യാർത്ഥം കഴിഞ്ഞിട്ട് വരാം. അതായത് നമ്മുടെ സ്വധർമ്മം നമുക്ക് വിധിക്കേണ്ടതായിട്ട് ചെയ്യേണ്ടതായിട്ട് വിധിക്കപ്പെട്ട സ്വകർമ്മങ്ങളുടെ അനുഷ്ഠാനം എന്നാണ് നിയത സ്വധർമ്മചരണം. അതായത് അത് ഫലേച്ഛ കൂടാതെ ചെയ്യുമ്പോൾ അതിനെ കർമ്മയോഗം എന്ന് പറയും. നമ്മൾ ഫലേച്ഛയോട് കൂടിയിട്ട് അതിൻ്റെ റിസൾട്ട്സിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് ചെയ്യുമ്പോൾ അത് വെറും കർമ്മം. ഞാൻ എൻ്റെ ധർമ്മം, എൻ്റെ ഡ്യൂട്ടി ചെയ്യണു, എന്താ ഫലം എന്ന് ഞാൻ ആലോചിക്കണ്ടേ, എന്താ വെച്ചാൽ വരട്ടെ, അങ്ങനെ വിചാരിച്ചിട്ട് ഭഗവാനിൽ അർപ്പിച്ചിട്ട് ചെയ്യണതാണ് കർമ്മയോഗം എന്ന് പറയുക. എന്നാണ് നിഷ്കാമായിട്ടുള്ളത്. ഓക്കെ. പിന്നെ യത് തത്, ആ കർമ്മയോഗം ഉണ്ടോ, അത് ദൂരേത്യഫലം, അതായത് അതിൻ്റെ ഈ കർമ്മം ചെയ്യണതിൻ്റെ ഫലം, ചിലതിൻ്റെ ഫലം അപ്പം തന്നെ അറിയും, പക്ഷെ പലതിൻ്റെയും ഫലം കുറേ കഴിഞ്ഞിട്ടേ അറിയുള്ളൂ. വളരെ കാലം കഴിഞ്ഞിട്ടേ നമ്മൾ ആഗ്രഹിച്ച ആ ഫലം ചിലപ്പോൾ കിട്ടുള്ളൂ. പിന്നെയോ പുനഃ ചാൽ, പിന്നെ ഔപനിഷദജ്ഞാനോപലഭ്യം എന്ന് പറഞ്ഞാൽ പിന്നെ പുനഃ, അതായത് യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ എന്ന് പറഞ്ഞില്ലേ, യദ് പുനഃ ഔപനിഷദ് ജ്ഞാനോപലഭ്യം എന്നാണ്. അതായത് ഉപനിഷത്തുക്കളെ, ഔപനിഷത് ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുക്കളെ സംബന്ധിച്ച ജ്ഞാനം, ഉപനിഷത് ജ്ഞാനം, അതാണ് ഔപനിഷദ് ജ്ഞാനം എന്ന് പറയുന്നത്. അതായത് ഉപനിഷത്തുകളെ സംബന്ധിച്ച ജ്ഞാനം വെച്ചാൽ എന്താ? ഈ ബ്രഹ്മജ്ഞാനമാണല്ലോ, അതാണല്ലോ ഉപനിഷത്തിൽ പറയണത്. അപ്പോൾ ഈ ബ്രഹ്മജ്ഞാനം കൊണ്ട് ലഭിക്കാൻ പറ്റണ ആ കാര്യം എന്താ? മോക്ഷം അല്ലേ? യത് എന്താണോ ബ്രഹ്മജ്ഞാനം കൊണ്ട് നമുക്ക് കിട്ടുക, ലഭിക്കുക, ആ മോക്ഷരൂപമായിട്ടുള്ള ഫലം തത്തു, ആ മോക്ഷ ആവട്ടെ നമുക്ക് ഈ ബ്രഹ്മം ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മുടെ സെൻസ് ഉപയോഗിച്ചിട്ട് കാണാൻ പറ്റില്ല. അതാണ് അവ്യക്തതയാ. നമ്മൾ മുമ്പും പറഞ്ഞൂല, അസ്പഷ്ടം സ്പഷ്ടമാത്രേ എന്ന് പറഞ്ഞൂല. അസ്പഷ്ടമാണ്, അവ്യക്തമാണ്, ക്ലിയർ അല്ല ഏത്? ഈ ബ്രഹ്മം. അപ്പം അതിനെ പറ്റിയിട്ടുള്ള ജ്ഞാനം നമുക്ക് സെൻസസ് ഉപയോഗിച്ചിട്ട് ഇന്ദ്രിയങ്ങളെ കൊണ്ട് ആ ജ്ഞാനം ഉണ്ടാവില്ല. അതായത് ബ്രഹ്മജ്ഞാനം ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ്, അതാണ് അവ്യക്തതയ. അതായത് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ല, ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് അത് അനുഭവിക്കാൻ പറ്റില്ല ആ ജ്ഞാനം. പിന്നെയോ ചിത്തസ്യ, മനസ്സിനോ സുദുർഗമതരം, വളരെ ദുർഗമം വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് ആ ജ്ഞാനമാർഗത്തിൽ കൂടെ മോക്ഷം കിട്ടണത്, അല്ലെങ്കിൽ പരമാത്മ സായുജ്യം കിട്ടണത് സുദുർഗമതരാണ്. ദുർഗമം വെച്ചാൽ വളരെ വിഷമാണ്, ബുദ്ധിമുട്ടാണ്. ഹേ വിഭോ, ഹേ ഭഗവാനേ പ്രഭോ, തസ്മാത്, അതുകൊണ്ട്, അത് ഹേതുവായിട്ട്, അതുകൊണ്ട് ത്വത് പ്രേമാത്മക ഭക്തി ഏവ, അതുകൊണ്ട് അങ്ങയിലുള്ള ഈ പ്രേമരൂപമായിട്ടുള്ള ഭക്തി തന്നെയാണ് സതതം ചാൽ എല്ലായ്പ്പോഴും സ്വാദീയസി ശ്രേയസി, വളരെ
ആസ്വദിക്കത്തക്കതും ശ്രേയസ്കരവുമായിട്ടുള്ളത് അങ്ങയിലുള്ള ഈ പ്രേമമാകുന്ന ഭക്തി തന്നെയാണ്. അല്ലാണ്ട് കർമ്മയോഗം കർമ്മല്ലാതെ നിഷ്കാമായിട്ട് കർമ്മം ചെയ്താൽ കർമ്മയോഗമായി. പക്ഷെ അതിൻ്റെ ഫലമൊന്നും ഉടനെ ഒന്നും കിട്ടില്ല. ചിലപ്പോൾ ജന്മജന്മങ്ങൾ വേണ്ടിവരും അതിൻ്റെ ഫലങ്ങൾ കിട്ടാൻ. ജ്ഞാനയോഗമാണെങ്കിൽ എന്താ, പരബ്രഹ്മ നിർഗുണനാണ്, ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ്. അപ്പോൾ ആ പരബ്രഹ്മത്തിനെ പറ്റിയിട്ടുള്ള ജ്ഞാനം ഉണ്ടായിട്ട് മോക്ഷം ലഭിക്കുന്നത് വളരെ വിഷമാണ്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തതുകൊണ്ടേ. എന്നാൽ ഭക്തിയോഗമാവട്ടെ ഭഗവാനെയുള്ള പ്രേമരൂപമായിട്ടുള്ള ഭഗവാനോടുള്ള നമുക്ക് അനന്യമായിട്ടുള്ള സ്നേഹമാണ് ഭക്തി എന്ന് പറയുന്നത്. അത് വളരെ എൻജോയബിളാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ആദ്യവും മധ്യവും അവസാനവും ഒക്കെ എൻജോയബിളാണ്. അതുകൊണ്ട് ഭക്തിയോഗം തന്നെയാണ് ഏറ്റവും ആസ്വദിക്കത്തക്കതും സാധാരണക്കാർക്ക് പറ്റണതും ശ്രേയസ്കരവും എന്നാണ് ഇതിൽ പറഞ്ഞത്. ഇനി നമുക്ക് ഇപ്പോൾ എന്താ അറിയോ, ഈ സ്വധർമ്മം എന്ന് പറഞ്ഞില്ലേ, അത് കുറച്ച് വിഷമാണ് നമുക്ക് എന്താ സ്വധർമ്മം എന്ന് അറിയാൻ തന്നെ. കാരണം നമ്മുടെ ഈ പുരാണങ്ങളൊക്കെ അനുസരിച്ചിട്ട് ശ്രുതികളിലൊക്കെ എന്താ വെച്ചാൽ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും തന്നെ വേറെ 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 കർമ്മങ്ങളാണ് വിധിച്ചിട്ടുള്ളത്. അതിപ്പോൾ ഈ ജനിക്കൊണ്ട് ബ്രാഹ്മണൻ അല്ലെങ്കിൽ ജനിക്കൊണ്ട് ക്ഷത്രിയൻ ജനിക്കൊണ്ട് വൈശ്യനല്ല കേട്ടോ. അതായത് ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ആൾ ബ്രാഹ്മണനായും ധൈര്യവും ഉത്സാഹമുള്ള ക്ഷത്രിയനായും പിന്നെ ഇടപാടുകൾ നടത്തി ക്രയവിക്രയം അതായത് ബിസിനസ്സൊക്കെ ചെയ്യാനുള്ള കഴിവുള്ളവരെ വൈശ്യന്മാരായിട്ടും അതൊന്നും പറ്റില്ല. പക്ഷെ ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്ത് വേണമെങ്കിൽ ചെയ്യാനുള്ള കഴിവുണ്ട്, അങ്ങനെ ശൂദ്രന്മാരായിട്ടെന്നാണ് ശരിക്കും ആദ്യത്തെ ഡിവിഷനേ. അപ്പോൾ അത് ഓരോരുത്തരുടെയും ധർമ്മം. അതോ പിന്നെയോ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുകയാണെങ്കിൽ അവരുടെ ധർമ്മം ഒന്ന്, വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളായിട്ട് ഗൃഹസ്ഥനാണെങ്കിൽ അവരുടെ ധർമ്മം വേറൊന്ന്, വാനപ്രസ്ഥം അതായത് ഇതെല്ലാം കഴിഞ്ഞ് മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കാട്ടിലേക്ക് ആധ്യാത്മിക യാത്ര തുടരാൻ പോവുകയാണെങ്കിൽ അത് വേറൊരു ധർമ്മം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് സന്യാസം സ്വീകരിച്ചിട്ട് ആണെങ്കിൽ വേറെ ധർമ്മം. അപ്പോൾ ഈ സ്വധർമ്മം എന്താണെന്ന് അറിഞ്ഞ് അത് അനുഷ്ഠിക്കാൻ തന്നെ വേറെ വേറെ ധർമ്മങ്ങളാണ്. അതൊക്കെ അവരുടെ ഇതനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ അനുഷ്ഠിക്കാവും പാടൂ. വേറൊരു ധർമ്മത്തിൽ വേറൊരു ധർമ്മം അനുഷ്ഠിക്കാനും പാടില്ല. സ്വധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത്. അത് മാത്രമല്ല, അത് ബുദ്ധിമുട്ടാണ്. പിന്നെയോ കർമ്മയോഗത്തിൻ്റെ ബുദ്ധിമുട്ട് പറയുകയാണ് കേട്ടോ. പിന്നെ പലതരം കർമ്മങ്ങളുണ്ട്. നിത്യം, നൈമിത്തികം, കാമ്യം, പ്രായശ്ചിത്തം. അതിൽ പ്രധാനം നിഷിദ്ധം ഉണ്ട് കേട്ടോ. നിഷിദ്ധം അങ്ങനെ 5 എണ്ണമാണ് പ്രധാനം. നിത്യം പറഞ്ഞാൽ നമ്മൾ നാവിലെ നീട്ടു, കുളിച്ചു, നമ്മൾ ദിവസേന ചെയ്യൂലോ, വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു, അതൊക്കെ നിത്യകർമ്മങ്ങളാണ്. അതൊക്കെ ചെയ്യാണ്ടിരുന്നാൽ പാപം ഉണ്ടാവും എന്നാണ് ഒരു ഇത്. പിന്നെ നൈമിത്തികം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ ചെയ്യണതാണ്. അതായത് ഇപ്പോൾ നോക്കൂ, ചാത്തോട്ട് അല്ലെങ്കിൽ വാവൂട്ട്, എല്ലാ വാവിനും വാവൂട്ട് അച്ഛനൊക്കെ ചെയ്തിരുന്നില്ലേ, അതുപോലെ അത്. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ തിരുവാതിര നോൽക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഏകാശി നോൽക്കുക, അങ്ങനെയുള്ളതിനാണ് നൈമിത്തികം എന്ന് പറയുക. പിന്നെ കാമ്യകർമ്മങ്ങളെ പറയും. അതായത് ഫലം ഉദ്ദേശിച്ച് ചെയ്യണത്. നമ്മൾ ചിലപ്പോൾ അങ്ങനെ പറയുമോ, ഞാൻ ഇത് ശരിയാവണേ എന്ന് പറഞ്ഞ ഒരു ഗണപതി ഹോമം കഴിക്കുകയാണ്, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമല്ലോ. അതുപോലെ അല്ലെങ്കിൽ ഞാൻ 108 നമസ്കരിക്കാം, 108 പ്രാവശ്യം നാരായണീയം വായിക്കാം, ഇത് ശരിയാവാൻ വേണ്ടിയിട്ട്. ശരിയായാൽ എന്ന് പറഞ്ഞിട്ട് വായിക്കാണ്ടിരിക്കാറില്ല നമ്മൾ മിക്കവാറും. നമ്മൾ വായിക്കാൻ തുടങ്ങും ശരിയാവണേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാണ് കാമ്യകർമ്മം. പിന്നെ നിഷിദ്ധ കർമ്മം, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത നുണ പറയുക, കക്കുക, ആരെങ്കിലും കൊല്ലുക, അതൊക്കെ നിഷിദ്ധ കർമ്മമാണ്. പിന്നെയോ പ്രായശ്ചിത്ത കർമ്മം. അതായത് നമ്മൾ ചിലപ്പോൾ വേണച്ചിട്ടല്ലെങ്കിൽ തന്നെ, വേണച്ച് ചെയ്താൽ എന്തായാലും പ്രായശ്ചിത്തം വേണം. ഇനി വേണച്ചിട്ടല്ലാതെ നമ്മൾ പല കർമ്മങ്ങളും അറിയാതെ തെറ്റ് ചെയ്യണ്ടാവും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിഷിദ്ധ കർമ്മങ്ങൾ നമ്മൾ അറിയാണ്ട ചെയ്യും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ നടക്കുമ്പോൾ എത്ര ജന്തുക്കളെയൊക്കെ കൊല്ലുണ്ടാവും, അറിയുണ്ടാവില്ല. ഒരു ഉറുമ്പിനെ ഷൂസിട്ട് ചവിട്ടി അറിയോ? വെറും കാലുകൊണ്ട് ചവിട്ടിയാലും അറിയില്ല. അപ്പോൾ നിഷിദ്ധമാണല്ലോ അതാ കൊല്ലണത്. അപ്പോൾ അവർ നമ്മളെ ഒന്നും ഉപദ്രവിക്കണമൊന്നുമില്ല, വെറുതെ അവരെ കൊല്ലുക. അങ്ങനെ നമ്മൾ നിഷിദ്ധമായിട്ടുള്ളത് ചിലപ്പോൾ അറിയാണ്ടേയും ചെയ്യും, അറിഞ്ഞും ചെയ്യും. അറിഞ്ഞ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ അത് വേണ്ടിയിരുന്നില്ല, വല്ലവരെയും വേദനിപ്പിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും. അപ്പം ദിവസേന നമ്മൾ നിഷിദ്ധകർമ്മം കുറച്ചെങ്കിലും ചെയ്യും, ഉറപ്പാണ്. മരം വെട്ടടക്കം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്രായശ്ചിത്ത കർമ്മം ചെയ്യണതേ. അപ്പം നാമം ജപിക്കുക, അങ്ങനെ പലതും ഉണ്ട്. അപ്പം നാമം ജപിക്കൽ ഏറ്റവും ലളിതമായിട്ടുള്ള പ്രായശ്ചിത്ത കർമ്മമാണ്. പക്ഷേ പണ്ടൊക്കെ ഈ പ്രായശ്ചിത്ത കർമ്മങ്ങൾ പലതും
പിന്നെ എന്താണ് വലിയ വലിയ പൂജകളായിട്ടൊക്കെ നടത്തുന്നതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് പ്രായശ്ചിത്തം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള കർമ്മങ്ങൾ നമുക്ക് അവൈലബിൾ ഉണ്ട്, നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആക്ച്വലി. അപ്പം അതിലൊക്കെ നമ്മൾ എത്ര പിന്നെ ശ്രദ്ധിച്ചാൽ പോലും ചിലപ്പോൾ ഇപ്പോൾ മന്ത്രം നമ്മൾ ചെയ്യുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടാവാം അല്ലേ. പിന്നെ ഇപ്പോൾ നമ്മൾ നേദിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ തന്ത്രത്തിൽ അല്ലെങ്കിൽ നമ്മൾ വേറെ ആളെ കൊണ്ട് പൂജ ചെയ്യിക്കുകയാണെങ്കിൽ ആ ആൾ ചെയ്യണതും നല്ല പെർഫെക്റ്റ് ആവാണ്ടിരിക്കാൻ അല്ലേ. അതിനെന്താ പറയുക, മന്ത്രലോപം, തന്ത്രലോപം, ക്രിയാലോപം എന്ന് പറയും. അതായത് എന്ത് ഇത് ചെയ്യുമ്പോഴും അതിൽ നമുക്ക് തെറ്റുകൾ വരാം. അപ്പോൾ ഈ കർമ്മം ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടാവും. അപ്പോൾ അത് നമ്മൾ മാപ്പ് പറഞ്ഞ് നമ്മൾ നമസ്കരിക്കുകയൊക്കെ ചെയ്യും. ഇനി അതിനൊക്കെ പുറമെ ഇതൊക്കെ സൂക്ഷിക്കണം, അതിനൊക്കെ പുറമെ നിഷ്കാമമായിട്ട് ചെയ്യാനും വിഷമാണേ. നമുക്ക് ഫലം ഒട്ടും ആഗ്രഹിക്കാതെ ചെയ്യാൻ പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ വളരെ വിഷമമാണ്. എന്താ കാരണം വെച്ചാൽ ഇങ്ങനൊരു പറയൽ തന്നെ എന്താ അറിയോ, പ്രയോജനമനുദ്ദിശ്യ ന മന്ദോപി പ്രവർത്തതയെന്ന്. അതായത് വിഡ്ഢികളായിട്ടുള്ളവർ പോലും നമ്മൾ അവനവൻ ചെയ്യണ ആ കർമ്മത്തിനൊരു ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ സംശയമാണെന്നാണ് പറയുന്നത്. അതായത് പ്രയോജനം അനുദ്ദിശ്യ എന്ന മന്ദോപി പ്രവർത്തതയെന്ന്. അതായത് അതിൻ്റെ ഫലത്തിനെ ഉദ്ദേശിക്കാതെ ഒരു പ്രവൃത്തിയും വിഡ്ഢികൾ പോലും ചെയ്യുന്നതല്ല എന്നൊരു ഒരു 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 സേയിങ് ഉണ്ട്. അത് കുറച്ചൊക്കെ ശരിയാണ്. കാരണം നമ്മളെപ്പോഴും ഇപ്പം നമ്മളെ പിന്നെ അനവധി ആളെ വിളിച്ചിട്ടുണ്ട് നല്ലൊരു കൂട്ടാൻ ഉണ്ടാക്കുക വെച്ചാൽ എനിക്ക് പറ്റണ പോലെ നന്നായി ഉണ്ടാക്കുക, അല്ലെങ്കിൽ പായസം ഉണ്ടാക്കാൻ. അപ്പം നമ്മുടെ ഉള്ളിൽ ശരിക്കും പറയാച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ വന്നവർ നന്നായി എന്ന് പറയണമെന്നുണ്ട്, നമ്മളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളത് നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ കുറേശ്ശെ ഉണ്ടാവുമല്ലോ. അപ്പം ശരിക്കും നിഷ്കാമമായിട്ട് ചെയ്യാൻ വാസ്തവത്തിൽ വളരെ വിഷമാണ്. ഇതിനൊക്കെ പറയാം. ബാക്കി നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഓരോ വർണ്ണങ്ങൾക്കും ഓരോ ആശ്രമങ്ങൾക്കും പിന്നെ എന്താണ് നിയതായിട്ടുള്ള ഓരോ സ്വധർമ്മമുണ്ട്, അതൊന്നാമത് അറിയണം. പിന്നെ നമ്മൾക്ക് പലതരം കർമ്മങ്ങളുണ്ട്, നിത്യം, നൈമിത്തികം, പിന്നെ കാമ്യം, നിഷിദ്ധം, പ്രായശ്ചിത്തം. അപ്പം അങ്ങനെ പലതരം കർമ്മങ്ങളും നമ്മളതൊക്കെ ചെയ്യണമ്പോൾ അത് സൂക്ഷിക്കണം. അതിലെന്തെങ്കിലും മന്ത്രം തെറ്റാം, തന്ത്രം തെറ്റാം, ക്രിയ തെറ്റാം, ഒക്കെ തെറ്റാം. അപ്പം അതൊക്കെ ഉണ്ടതിന് പുറമെ ഈ നിഷ്കാമമായിട്ടുള്ളൊരു മനസ്ഥിതി ഉണ്ടാവാനും ഫലേച്ഛ കൂടാതെ മനസ്ഥിതി ഉണ്ടാവാനും വിഷമാണ്. പിന്നെന്ന് വെച്ചാൽ കർമ്മം സകാമായിട്ട്, അതായത് ഫലം ആഗ്രഹിച്ച് ചെയ്താൽ ബന്ധനാണ്, ബോണ്ടേജാണ്. അപ്പോൾ നിഷ്കാമമായിട്ട് ചെയ്താൽ മാത്രം എന്നാൽ തന്നെ എന്താ അതിൽ പറയണമെന്ന് വെച്ചാൽ ഈ നിഷ്കാമ കർമ്മം കൊണ്ട് നമുക്ക് ചിത്തശുദ്ധി വരികയുള്ളൂ. അതായത് ഫലം ആഗ്രഹിക്കാതെ ചെയ്ത് കുറേ കാലം ചെയ്താൽ നമുക്ക് മനസ്സിന് ശുദ്ധി വരും. മനസ്സിന് ശുദ്ധി ഉണ്ടായിട്ട് വേണം ജ്ഞാനയോഗത്തിലേക്ക് പോകാനേ. അപ്പോൾ ആക്ച്വലി കർമ്മയോഗം ഒരു ജ്ഞാനയോഗത്തിൻ്റെ ആദ്യത്തെ പടിയാവുള്ളൂ. പിന്നെ ജ്ഞാനയോഗം വേണം. അപ്പോൾ അതായത് കർമ്മം നമ്മൾ നിഷ്കാമമായിട്ട് ചെയ്താൽ ആത്മജ്ഞാനത്തിന് നമുക്ക് ഒരു യോഗ്യത ഉണ്ടെന്ന് മാത്രമേ ആവണുള്ളൂ. അതായത് യു ആർ ക്വാളിഫൈഡ് ടു സ്റ്റാർട്ട് ജ്ഞാന യോഗം, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെന്താണ് ആത്മജ്ഞാനത്തിനുള്ള യോഗ്യത കിട്ടി കുറേ കാലം നിഷ്കാമകർമ്മം ചെയ്താൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഫലം ദൂരേത്യഫലം എന്ന് പറഞ്ഞുല്ലോ ഇതിൽ ശ്ലോകത്തിലെ, അതിൻ്റെ ഫലം ചിലപ്പോൾ ജന്മജന്മങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ആ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം കിട്ടുള്ളൂ നല്ലതാണെങ്കിൽ. അപ്പം മോക്ഷം കിട്ടണമെങ്കിൽ ആത്മജ്ഞാനം പിന്നെയും വേണേ. പിന്നെ അത് സമ്പാദിക്കാനുള്ള ചിത്തശുദ്ധി ഉണ്ടായിന്ന് മാത്രം. അപ്പോൾ അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് കർമ്മയോഗം കൊണ്ട് നമുക്ക് മോക്ഷം കിട്ടാൻ. പിന്നെയോ പരബ്രഹ്മജ്ഞാനം കൊണ്ട് മോക്ഷം എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ അത് വാസ്തവത്തിൽ കർമ്മത്തിനേക്കാൾ ബുദ്ധിമുട്ടാണ്. എന്താ കാരണം വെച്ചാൽ ആത്മജ്ഞാനം വേണമെങ്കിൽ ആദ്യം നിഷ്കാമ ബുദ്ധിയോടുകൂടി കുറേ കാലം കർമ്മം ചെയ്ത് ചിത്തശുദ്ധി വേണം. അത് നമ്മൾ പറഞ്ഞില്ലേ, അത് വേണം. എന്നിട്ടോ പിന്നെ നമ്മൾ ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും, ഈവൻ നമ്മളെ പ്രാർത്ഥനയിൽ വൈരാഗ്യം വരണം. വിളക്ക് കൊളുത്ത് പ്രാർത്ഥിക്കുക, ഭഗവാൻ നിർഗുണ ബ്രഹ്മാണ്, ഇങ്ങനെയൊന്നുമല്ല, ഇതുകൊണ്ടൊന്നും കാര്യമില്ല, ഞാനും ഭഗവാനും ഒന്നാന്നുള്ള അനുഭവം, അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവം ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ നിത്യകർമ്മങ്ങളും നൈമിത്യകർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കുക, അതിനോടൊക്കെ വൈരാഗ്യം വരണം. അത് മാത്രമല്ല നല്ല വൈരാഗ്യം വരണം. നമ്മുടെ എല്ലാ ആശാപാശങ്ങളും ആശയാകുന്ന കയറുകളെ, ഭർത്താവ്, കുട്ടിയോളെ, ഇത് മുഴുവൻ കംപ്ലീറ്റ്ലി പോകണം. നല്ല വൈരാഗ്യം വരണം.
മാത്രമല്ല യമം നിയമം ഇതൊക്കെ ചെയ്ത് നമ്മുടെ സെൻസസിനെയും പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ നല്ലോണം പിടിച്ചു നിർത്താറാവണം, അല്ലെങ്കിൽ അതിൻ്റെ ശക്തിയൊക്കെ നല്ലോണം കുറയ്ക്കണം. അതിന് ശേഷം ഒരു ഗുരുവിനെയോ അല്ലെങ്കിൽ തന്നെ പറ്റിച്ചാൽ തന്നെയോ എന്താ വെച്ചാലും അതൊക്കെ നല്ലോണം മനസ്സിലാക്കി ഉപനിഷത്തൊക്കെ പഠിച്ച് ഈ പിന്നെ എന്താണ് ഈ നമ്മൾ കാണുന്ന പ്രപഞ്ചം ഉണ്ടല്ലോ, ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ വെറും സ്വപ്നമാണ്, അത് മിഥ്യയാണ്. പിന്നെ ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ. നമ്മുടെ ശങ്കരാചാര്യ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് നമുക്ക് പുസ്തകത്തിൽ വായിച്ചാൽ പോരാ. ഈ ജ്ഞാനം യോഗം തിരഞ്ഞെടുക്കുന്ന ആൾക്ക് അത് അനുഭവമാവണേ. അതാ ബുദ്ധിമുട്ട്. അത് വേരോടെ നശിക്കണം. നമ്മളൊക്കെ ഐ ആം ദ ബോഡി എന്നുണ്ടല്ലോ നമുക്കിപ്പോൾ, അത് കംപ്ലീറ്റ്ലി നശിക്കണം, വേരോടെ നശിക്കണം. എന്നാലേ നമുക്ക് പിന്നെ ബ്രഹ്മ മാത്രം. അപ്പോൾ നമുക്ക് വൈരാഗ്യവും വേണം. ഈ ആശാപാശം മുഴുവൻ കളയണം. ഈ ദൃശ്യപ്രപഞ്ചം ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്നുള്ള അനുഭവം വേണം. ഞാൻ ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ ഐ ആം നോട്ട് ദ ബോഡി എന്നുള്ള ആ ഒരു ഇതും വേണം, എല്ലാം വേണം. അപ്പോൾ ഇതൊക്കെ അനുഭവിച്ചാലേ പരമാത്മ സാക്ഷാത്കാരം, അതായത് മോക്ഷം ജ്ഞാനയോഗം വഴി ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ ബ്രഹ്മം ധ്യാനിച്ചളയാന്ന് വെച്ചാൽ, മെഡിറ്റേറ്റ് ചെയ്തളയാന്ന് വെച്ചാൽ എന്താ ഒരു ബുദ്ധിമുട്ടാ വെച്ചാൽ, അത് നമുക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ സെൻസസ് ഉപയോഗിച്ച് അതിനെ ഇമാജിൻ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം നിർഗുണ ബ്രഹ്മാണ്, അതിന് രൂപമില്ല, പിന്നെ ഗുണങ്ങളില്ല, അങ്ങനെയല്ലേ. അപ്പം അത് വളരെ വിഷമായിട്ടുള്ളൊരു കാര്യമാണ്. പറ്റില്ല എന്നില്ല, ചിലർക്ക് പറ്റുണ്ടത്. പക്ഷേ ദുർലഭമാണ്, സുദുർഗമാണ്, വളരെ വിഷമാണ്. അതായത് ആ പരബ്രഹ്മത്തെ ജ്ഞാനയോഗം കൊണ്ട് പ്രാപിക്കുക എന്നുണ്ടല്ലോ, അത് ശരിക്കും പറയാ വെച്ചാൽ വളരെ ദുർഗമാണ്, അതായത് വിഷമാണ്. എന്നാലോ ഭക്തിയോഗത്തിന് ഈ വിഷമങ്ങളൊന്നുമില്ല. ഭഗവാനെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, അതിനാണ് ഭക്തി എന്ന് പറഞ്ഞാൽ. പരമ സ്നേഹം ഭഗവാനെ, അല്ലേ? അതാണ്, അത് മാത്രമേ വേണ്ടൂ. പിന്നെ അതിനും എളുപ്പമുണ്ട്. എന്താ വെച്ചാൽ ഭഗവാൻ ഭഗവത് സ്വരൂപം അത്ര രമണീയാണ്, അത്ര ഭംഗിയുള്ളതാണ്. അപ്പോൾ ഭംഗിയുള്ളതിനോട് നമുക്ക് വേഗം ഒരു ആകർഷണം വരുമല്ലോ. അപ്പോൾ ആ സ്നേഹം ഉണ്ടാക്കാനും ഭഗവാൻ ആരാ? സൗന്ദര്യ സാര സമ്പൂർണനാണ്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനോട് നമുക്ക് സ്നേഹം വലിയ അറിവൊന്നും ഇല്ലാത്തവർക്കും കൂടിയും എഫർട്ട്ലെസ് ആയിട്ട്, അനായാസമായിട്ട് ആ സ്നേഹം ഉണ്ടാവും. അതിന് ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ഉപദേശം മേടിക്കുകയെ അല്ലെങ്കിൽ യമം നിയമം ഇങ്ങനത്തെ പ്രാണായാമം അതൊക്കെ ചെയ്യേ ഒന്നും വേണ്ട. ഭഗവാനാണ് ഈ ലോകത്തിലത്തെ സൗന്ദര്യ സാര സമ്പൂർണൻ, അല്ലെങ്കിൽ ഭഗവാൻ ആണ് ഏറ്റവും ഭംഗിയുള്ള ഈ കാണുന്നത് എന്ന് പറഞ്ഞ് ഭഗവാന്റെ ആ പിന്നെ രൂപത്തിലുള്ള ഒരു വിശ്വാസം അതായത് ആ സ്നേഹം തോന്നാൻ ഭഗവാന്റെ ഭംഗി ആസ്വദിക്കേ വേണ്ടു. അപ്പോൾ മാത്രമല്ല, ഇത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ ആർക്ക് വേണമെങ്കിൽ അത് ചെയ്യുകയും ചെയ്യാം. പിന്നെ കർമ്മോ ജ്ഞാനോ യോഗങ്ങളൊക്കെ പിന്നെ കൂടെ നമുക്കിതൊക്കെ ചെയ്യാം. പക്ഷേ കമ്പയർ ചെയ്യും, ഭക്തിയോഗമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊക്കെ അധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഭക്തി തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം മോക്ഷം കിട്ടുന്നവരെയും വളരെ എൻജോയബിളാണ്, ആസ്വദിക്കത്തക്കതാണ്, സ്വാധീയസി. പിന്നെയോ വളരെ ശ്രേയസ്കരാണ്. കാരണം എല്ലാവരെയും സ്നേഹമാണ്, എല്ലാവരിലും ഭഗവാനെ കാണുകയാണേ. ഈ ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് അത് മനസ്സിലാക്കുകയാണ്, ഈ ഭഗവാൻ തന്നെയാണ് എല്ലാവരുടെ ഉള്ളിലുള്ളതെന്ന് മനസ്സിലാക്കുമ്പോൾ എല്ലാവരോടും സ്നേഹം. അപ്പം എന്താ, എപ്പോഴും അത് എൻജോയബിളാണ്, ആരോടും ദേഷ്യമില്ല. ഇപ്പം നല്ലതായിട്ട് ചെയ്യാത്തവരുടെയും ഉള്ളിൽ ഭഗവാൻ തന്നെയാണ്, അവർക്കത് മനസ്സിലാവണില്ല എന്നേ ഉള്ളൂ. അങ്ങനെ നമുക്ക് അവരെ പൊറുക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ളതാണ് ഈ ഭഗവത് വിഷയമായിട്ടുള്ള ഭക്തി. അത് വർദ്ധിക്കും തോറും നമ്മുടെ അഹങ്കാരം വിട്ടുമാറും. അതായത് ആ ഞാനാണ് എല്ലാം ചെയ്യണ ഐ എന്നുള്ള അഹങ്കാരമില്ലേ, അത് തന്നെ വിട്ടുമാറും. ഞാനും ഭഗവാനും ഒക്കെ ഒന്നെന്നെയാണ് എന്ന് പതുക്കെ ഭക്തിയുടെ തീവ്രത കൂടുന്തോറും ഭക്തി പാരവശ്യം കൊണ്ടേ അത് കൂടിക്കൂടി വരും. ഞാൻ ആരുമല്ല, ഞാനും ഭഗവാനും ഒന്ന് തന്നെയാണ്, ഞാൻ ഭഗവാന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യുകയാണ്, ഞാൻ വേറൊരു ചട്ടുകാണെന്നുള്ള പറഞ്ഞില്ലേ, അതുപോലെ വിട്ട് അവസാനം ഭഗവാനെ സാക്ഷാത്കാരമുണ്ടായിട്ട് മോക്ഷം സിദ്ധിക്ക് ഈ ഗോപികമാരെ പോലെ. അപ്പോൾ കർമ്മയോഗവും ജ്ഞാനയോഗവും ഭക്തിയോഗവും കൂടി എടുക്കുക വെച്ചാൽ എല്ലാം
ഭഗവാനെ പ്രാപിക്കാൻ പറ്റുകയൊക്കെ ചെയ്യും. പക്ഷേ സാധാരണക്കാർക്ക് എത്രയോ എളുപ്പവും ആസ്വാദ്യകരവും ആണ് ഏത്? ഭക്തിയോഗം. അതുകൊണ്ട് ഹേ ഭഗവാൻ, അതായത് ഇതിനൊക്കെ ഫലം തരണ ഭഗവാൻ ആരാ? ഇതിന് എന്ത് യോഗത്തിൽ കൂടെ പോയാലും അതിന് ഫലം തരണ ആളാണ് ഫലദാതാവ്, അല്ലേ? ഭഗവാൻ ഫലദാതാവാണ്. ഹേ ഭഗവാൻ വിഭോ, ഞാൻ ഈ ഭക്തിമാർഗം തന്നെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനത് സ്ഥാപിക്കാൻ നോക്കുകയാണ്. അപ്പം ഞാൻ ആ ഭക്തിമാർഗത്തന്നെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആശ്രയിച്ചിട്ട് അങ്ങേതാ എല്ലാപ്പോഴും ആരാധിക്കണു. അപ്പോൾ ഞങ്ങളുടെ വിഷയത്തിൽ ഈ ഭക്തവത്സലനായിട്ടുള്ള അങ്ങ് ഞങ്ങളോട് പ്രസാദിച്ചാലും എന്നൊരർത്ഥം കൂടിയും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും പറയാച്ചാൽ ഭക്തിയോഗത്തിൻ്റെ മാഹാത്മ്യം പറയുകയാണ് മേപ്പത്തൂർ ഇതിലേ. അത് സ്ഥാപിക്കുകയാണ്. എന്താ കാരണം വെച്ചാൽ ഈ വായിക്കണവർക്കൊക്കെ ആദ്യം നല്ലോണം ഭക്തി ഉണ്ടാവട്ടെ. വേറെ ഒന്നും പറഞ്ഞുവല്ലോ, പരബ്രഹ്മം തന്നെയാണ് ഈ ഭഗവാൻ എന്നും പറഞ്ഞു തന്നു നമുക്കല്ലേ. പരബ്രഹ്മത്തിനെ അയ്യോ ഞാൻ നിർഗുണബ്രഹ്മാണത്തിനാണോ വേണ്ടത് ഒന്ന് ആലോചിക്കേണ്ട, ഈ പരബ്രഹ്മം തന്നെയാണ് ഗുരുവായൂരെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ ഭക്തിയോഗമാണ് ഏറ്റവും നല്ലതാ പറയുകയാണ് മുമ്പിലേക്ക് പോണേൻ്റെ മുമ്പ്. എന്നാൽ പിന്നെ നമുക്ക് ഒന്ന് സംശയം ഉണ്ടാവില്ലല്ലോ വെച്ചിട്ടേ. അതായത് എല്ലാവർക്കും അകർമ്മികൾക്കും വികർമ്മികൾക്കും ജ്ഞാനികൾക്കും അജ്ഞാനികൾക്കും ബ്രാഹ്മണനായാലും ചണ്ടാളനായാലും ആർക്കും ഒരുപോലെ ഭംഗി തോന്നണ ഒരാളാണ് ഭഗവാൻ. അപ്പം പിന്നെ ആർക്ക് വേണമെങ്കിൽ ഭഗവാനെ സ്നേഹിക്കാം, ആൻഡ് ആർക്ക് വേണമെങ്കിൽ ഭക്തിയോഗത്തിൽ കൂടെ മോക്ഷം കിട്ടാം. അത് നമ്മൾ കാണുന്നുണ്ടല്ലോ, എത്രയോ ആൾക്കാരൊക്കെ ഗോപികമാരെ പോലെ അറിവില്ലാത്തവരെ എത്രയോ കഥകളിൽ അല്ലേ അങ്ങനെയുണ്ട്. അപ്പോൾ ഫലേച്ഛയില്ലാണ്ട് നമ്മൾ എന്താണ് കർമ്മം നടത്തിയിട്ട് ചിത്തശുദ്ധി വന്ന പിന്നെ ജ്ഞാനം വളരെ വിഷമാണ്. ശരിയാണ്, ഭഗവത്ഗീതയിലൊക്കെ പറയുന്നുണ്ട്, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മ ഫലഹേതുർഭുർ മാതേ സങ്കോസ്തി കർമ്മണ. ശരിയാണ്. പക്ഷേ അതുകൊണ്ട് പറ്റില്ല എന്നല്ല, അത് നല്ലോണം ശ്രദ്ധിച്ചാൽ നമുക്ക് ചിത്തശുദ്ധി ഉണ്ടായിട്ട് പിന്നെ ജ്ഞാനിയായിട്ട് കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ എളുപ്പം ഭക്തി തന്നെയാണ് എന്നാണ് പറയുന്നത്. അതായത് ശരിക്കും കർമ്മം യോഗം കൊണ്ട് ചിത്തശുദ്ധി മാത്രം വരെ എത്താൻ പറ്റുള്ളൂ എന്ന് ശങ്കരാചാര്യരൊക്കെ പറയുന്നുണ്ട് ചൂടാമണിയിൽ. അപ്പോൾ കർമ്മത്തിൻ്റെ ഫലം ശരിക്കും ആത്മശുദ്ധി അത്രയേ ഉള്ളൂ. പിന്നെ അവിടുന്ന് പോയി മോക്ഷം വേണമെച്ചാൽ ജ്ഞാനയോഗത്തിൽ കൂടെ ഭക്തിയോഗത്തിൽ കൂടെ തന്നെ പോകണമെന്ന്, അതാണ്. അപ്പോൾ അത് പോരാന്ന് പറയുമല്ലോ. പിന്നെ ഓഫ് കോഴ്സ് ഇതും ഈ ജഗൻ എന്താണ് ബ്രഹ്മസത്യം ജഗൻ മിഥ്യം ബോധ്യമാവണമെങ്കിൽ വൈരാഗ്യം വേണം, അതൊക്കെ നമ്മൾ പറഞ്ഞതുകൊണ്ട് ജ്ഞാനയോഗവും വളരെ വിഷമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് നോക്കിയാലും കർമ്മ യോഗം തന്നെ ഭക്തിയോഗം തന്നെയാണ് നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അതായത് ഭക്തിമാർഗം സുഗമാണ്, എളുപ്പമാണ്. കർമ്മയോഗം ദുർഗമാണ്, കർമ്മമാർഗം. പിന്നെയോ ജ്ഞാനയോഗം സുദുർഗമതരാണ്. അപ്പോൾ അതിൽ ഏറ്റവും എളുപ്പം ഭക്തിയോഗം, സുഗമം, എളുപ്പമാണ്. കുറച്ചും കൂടി വിഷമമുണ്ട് എന്താ കർമ്മയോഗം. ജ്ഞാനയോഗം മേപ്പത്തൂർ പറയുന്നുണ്ട് സുദുർഗമതരം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പിന്നെന്താണ് ഏറ്റവും നമുക്ക് ആ ഭക്തിരേവ സതതം സ്വാധീയസി, അതായത് സർവോത്തമനും ത്രിലോക സുന്ദരനായിട്ടുള്ള ഒരാളെ സ്നേഹിക്കാൻ ആർക്കാ വിഷമം? അപ്പോൾ മാത്രമല്ല, നമ്മളെ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടേ സ്വാത്മത എന്ന് പറഞ്ഞു. അവനോനെ തന്നെ തരും, ആത്മാവിനെ തന്നെ തരുന്ന ആളാണ് ഭഗവാനി. ആത്മസാമ്രാജ്യം തന്നെ നമുക്ക് നൽകാനുള്ള മനസ്സും കഴിവുമുണ്ട് അദ്ദേഹത്തിന്. അപ്പം പിന്നെ എന്താ സംശയിക്കാനുള്ളത്? ഭക്തിയോഗമാണോ പിന്നെ കർമ്മയോഗത്തിനേക്കാളും ജ്ഞാനയോഗത്തിനേക്കാളും നല്ലത് എന്നുള്ളത് യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞ് അത്ര ഇതിൽ പറയാനുള്ളൂ. അപ്പം ഞാൻ ശ്ലോകം ഒന്നും കൂടി ചൊല്ലി നിർത്താം. നിഷ്കാമം നിയതസ്വധർമ്മചരണം യൽക്കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വൽപ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി
ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ 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 ഗോവിന്ദ.